ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബീൻ. ബീൻ എവിടെയൊക്കെ ആണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ യൂസസ് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബീൻ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ബി എന്താണ് എന്ന് മനസ്സിലാക്കാം. ബി എന്നാൽ ആവുക എന്ന മീനിങ് ആണ്. ബിയിൽ നിന്നാണ് ബീൻ ഉണ്ടാകുന്നത്. പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ആം, ഈസ്, ആർ ഒക്കെ ഉപയോഗിക്കാം. അതൊക്കെ ബിയുടെ ഫോംസ് തന്നെയാണ്. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കാം. ഇനി അതിൻ്റെ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ബി എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V3 ഫോം ആണ് ബീൻ എന്നത്. ഇനി ഫോർത്ത് ഫോം ആണെങ്കിൽ ബീയിങ് എന്ന് പറയും. അപ്പോൾ ബി എന്നതിനെ ഒരു ഫോൾഡർ ആണ് എന്ന് വിചാരിച്ചാൽ അതിനകത്ത് ഉള്ളതാണ് ആം, ഈസ്, ആർ, വാസ്, വേർ, ബീൻ, ബീയിങ് ഒക്കെ. അപ്പോൾ ബീൻ എന്നത് ബി എന്നതിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്ന് മനസ്സിലായല്ലോ. ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഈ ബീൻ ഉപയോഗിക്കുന്നത്? ആദ്യം തന്നെ പറയട്ടെ, ഹാസ്, ഹാവ്, ഹാഡ് ഇതിൻ്റെ ഒപ്പം ബീൻ ഉപയോഗിക്കാം. നമ്മൾ പെർഫെക്റ്റ് ടെൻസിൽ ഹാസ്, ഹാവ്, ഹാഡ് അതിൻ്റെ ഒപ്പം വേർബിൻ്റെ V3 ഫോം ഉപയോഗിക്കില്ലേ? ബീൻ എന്നത് ഒരു വേർബിൻ്റെ V3 ഫോമാണ്. ബിയുടെ V3 ഫോമാണ് ബീൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹാവ്, ഹാസ് ആൻഡ് ഹാഡ് അതിൻ്റെ ഒപ്പം ബീൻ ഉപയോഗിക്കാം. ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ ഒക്കെ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇനി ബീൻ എന്നതിൻ്റെ യൂസസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബീൻ. ബീൻ എവിടെയൊക്കെ ആണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ യൂസസ് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബീൻ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ബി എന്താണ് എന്ന് മനസ്സിലാക്കാം. ബി എന്നാൽ ആവുക എന്ന മീനിങ് ആണ്. ബിയിൽ നിന്നാണ് ബീൻ ഉണ്ടാകുന്നത്. പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ആം, ഈസ്, ആർ ഒക്കെ ഉപയോഗിക്കാം. അതൊക്കെ ബിയുടെ ഫോംസ് തന്നെയാണ്. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കാം. ഇനി അതിൻ്റെ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ബി എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V3 ഫോം ആണ് ബീൻ എന്നത്. ഇനി ഫോർത്ത് ഫോം ആണെങ്കിൽ ബീയിങ് എന്ന് പറയും. അപ്പോൾ ബി എന്നതിനെ ഒരു ഫോൾഡർ ആണ് എന്ന് വിചാരിച്ചാൽ അതിനകത്ത് ഉള്ളതാണ് ആം, ഈസ്, ആർ, വാസ്, വേർ, ബീൻ, ബീയിങ് ഒക്കെ. അപ്പോൾ ബീൻ എന്നത് ബി എന്നതിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്ന് മനസ്സിലായല്ലോ. ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഈ ബീൻ ഉപയോഗിക്കുന്നത്? ആദ്യം തന്നെ പറയട്ടെ, ഹാസ്, ഹാവ്, ഹാഡ് ഇതിൻ്റെ ഒപ്പം ബീൻ ഉപയോഗിക്കാം. നമ്മൾ പെർഫെക്റ്റ് ടെൻസിൽ ഹാസ്, ഹാവ്, ഹാഡ് അതിൻ്റെ ഒപ്പം വേർബിൻ്റെ V3 ഫോം ഉപയോഗിക്കില്ലേ? ബീൻ എന്നത് ഒരു വേർബിൻ്റെ V3 ഫോമാണ്. ബിയുടെ V3 ഫോമാണ് ബീൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹാവ്, ഹാസ് ആൻഡ് ഹാഡ് അതിൻ്റെ ഒപ്പം ബീൻ ഉപയോഗിക്കാം. ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ ഒക്കെ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇനി ബീൻ എന്നതിൻ്റെ യൂസസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാനൊരു സെൻറ്റൻസ് പറയാം. എനിക്ക് അസുഖമാണ്. അതിനെന്താ പറയുക? ഐ ആം ഇൽ. ഇവിടെ ആം എന്നത് ബിയുടെ ഒരു ഫോം ആണ്. അത് പ്രസൻറ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഐ ആം ഇൽ, ആം എന്നത് അവിടെ ഉപയോഗിച്ചു. ഇപ്പോൾ എനിക്ക് അസുഖമാണ് എന്നാണ് അതിനർത്ഥം. ബി എന്നൊരു ഫോൾഡറിനെ പറ്റി പറഞ്ഞില്ലേ? ആ ബി ഫോൾഡറിൽ നിന്ന് ആം എന്നത് എടുത്തു. കാരണം ഐ എന്നതിന്, ഐ എന്ന സബ്ജക്റ്റിന് യോജിക്കുന്നത്, സ്യൂട്ടാവുന്നത് ആം എന്ന വേർബ് ആണ്. അപ്പോൾ ബി എന്ന ആ ഒരു ഫോൾഡറിൽ നിന്നും ആം എടുത്തു. ഐ ആം ഇൽ എന്നായി. ഇനി ഇന്നലെ എനിക്ക് സുഖമില്ലായിരുന്നു എന്നെങ്ങനെ പറയും? ഐ വാസ് ഇൽ. ഇവിടെ വാസ് ആണ് എടുത്തത്. ആ ബി ഫോൾഡറിൽ നിന്നും നമ്മൾ എടുത്തത് പാസ്റ്റ് ടെൻസിലെ വാസ് ആണ്. ഐ എന്നതിന് ഫിറ്റ് ആവുന്നത് വാസ് ആണ്. അതുകൊണ്ട് ഐ വാസ് ഇൽ എന്നുപയോഗിച്ചു. ഇനി 2 ദിവസമായി എനിക്ക് സുഖമില്ലാതിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. 2 ദിവസമായിട്ട്, 2 ദിവസത്തിന് മുൻപ് എനിക്ക് അസുഖം തുടങ്ങി, ഇപ്പോഴും എനിക്ക് അസുഖം തന്നെയാണ് എന്നല്ലേ അതിൻ്റെ മീനിങ്. അപ്പോൾ എങ്ങനെ പറയും? അപ്പോൾ 2 ദിവസത്തിന് മുൻപേ അസുഖം തുടങ്ങി, ഇപ്പോഴും അസുഖമാണ്. അപ്പോൾ പാസ്റ്റിലാണ് തുടങ്ങിയത്, പ്രസൻറ്റിൽ ഇപ്പോഴും അത് തുടരുന്നു. അപ്പോൾ പാസ്റ്റിലുമായി കണക്ഷനുണ്ട്, അതുപോലെ തന്നെ പ്രസൻറ്റുമായിട്ടും അതിന് കണക്ഷനുണ്ട്. ഇവിടെ നമുക്ക് ഹാവ് ബീൻ ഉപയോഗിക്കാം. ഐ ഹാവ് ബീൻ ഇൽ ഫോർ 2 days. 2 ദിവസമായി എനിക്ക് സുഖമില്ലാതിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഐ ഹാവ് ബീൻ ഇൽ ഫോർ 2 days.
ഹാവിൻ്റെ ഒപ്പം ബിയുടെ തേർഡ് ഫോമായ ബീൻ നമ്മളവിടെ ഉപയോഗിച്ചു. അപ്പോൾ അവിടെ ബീനിൻ്റെ ഉപയോഗം ഉണ്ട്. ഐ ഹാവ് ബീൻ ഇൽ ഫോർ 2 days എന്ന് പറഞ്ഞു. ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഹാവ് ബീൻ എന്ന് ഉപയോഗിച്ചത്. ഇതുപോലെ തന്നെ നമുക്ക് വേറെ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാസ് ബീൻ ഉപയോഗിക്കാം. ഐ ഹാവ് ബീൻ എന്ന് പറയുന്ന പോലെ വി ഹാവ് ബീൻ പറയാം, ദേ ഹാവ് ബീൻ പറയാം, യു ഹാവ് ബീൻ പറയാം. അതുപോലെ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഹാവ് ബീൻ നമുക്ക് അവിടെ ഉപയോഗിക്കാം. അതേസമയം സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഹീ ഷീ ആണ് എന്ന് കരുതുക, അതല്ലെങ്കിൽ ഒരാളുടെ നെയിമാണ് എന്ന് കരുതുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിലും നമുക്ക് ഹാസ് ബീൻ ഉപയോഗിക്കാം. ഹി ഹാസ് ബീൻ, ഷീ ഹാസ് ബീൻ, രവി ഹാസ് ബീൻ, മൈ സിസ്റ്റർ ഹാസ് ബീൻ എന്നൊക്കെ. ഇനി വേറൊരു സെൻറ്റൻസ്, എൻ്റെ ഫ്രണ്ട് 2 ആഴ്ചയായിട്ട് ഗ്രാമത്തിലാണ്, അവൻ്റെ വില്ലേജിലാണ്. അപ്പോൾ അതെങ്ങനെ പറയും? മൈ ഫ്രണ്ടാണ് സബ്ജക്റ്റ്. മൈ ഫ്രണ്ട് ഹാസ് ബീൻ ഇൻ ദ വില്ലേജ് ഫോർ 2 weeks. 2 ആഴ്ചയായിട്ട് അവൻ വില്ലേജിലാണ്, അവൻ്റെ ഗ്രാമത്തിലാണ് എന്ന്. ഇവിടെ മൈ ഫ്രണ്ടാണ് സബ്ജക്റ്റ്, അതുകൊണ്ട് ഹാസ് ബീൻ ഉപയോഗിച്ചു. അവിടെ ബീനിൻ്റെ ഉപയോഗം നോക്കൂ. 2 ആഴ്ചയായിട്ട് അവൻ അവിടെയാണ് എന്ന അർത്ഥത്തിലാണ് അവിടെ അത് ഉപയോഗിക്കുന്നത്. അവിടെ മൈ ഫ്രണ്ട്സ് എന്നായിരുന്നെങ്കിൽ ഹാവ് ബീൻ എന്നുപയോഗിക്കാം. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും തുടരുന്നു എന്ന് കാണിക്കാൻ, ഇപ്പോൾ 2 ആഴ്ചയായിട്ട് അല്ലെങ്കിൽ 2 മാസമായിട്ട് അവൻ ടൗണിലാണ്, അവൻ 2 മണിക്കൂറായിട്ട് അവൻ റൂമിലാണ്, 1 മാസമായിട്ട് അവൻ ഹോസ്റ്റലിലാണ്, 2 weeks ആയിട്ട് അവൻ ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ പറയുമ്പോൾ പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്നതാണ്. അവിടെ ഹോസ്പിറ്റലിലാണ്, ബാങ്കിലാണ്, വീട്ടിലാണ്, ടൗണിലാണ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ പറയുമ്പോഴൊക്കെ നമുക്ക് ബീൻ എന്നതിൻ്റെ ഉപയോഗം ഉണ്ട്. ഹി ഹാഡ് ബീൻ ഇൽ ഫോർ 5 days. ഹി ഹാഡ് ബീൻ ഇൽ ഫോർ 5 days എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 5 days, പാസ്റ്റിൽ 5 days അവൻ അസുഖമായിട്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ അവൻ അസുഖമില്ല. ഹി ഹാസ് ബീൻ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിലും അതുണ്ട്. പാസ്റ്റിലാണെങ്കിൽ ഹി ഹാഡ് ബീൻ എന്നുപയോഗിക്കുമ്പോൾ അവിടെ പാസ്റ്റിൽ മാത്രം, പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ ഒരു 5 days അസുഖം ഉണ്ടായിരുന്നു, അത് പാസ്റ്റിൽ തന്നെ കഴിഞ്ഞുപോയി, പ്രസൻറ്റ് മൊമെൻറ്റും ആയിട്ട് അതിനൊരു ബന്ധവും ഇല്ല. അതാണ് ഹി ഹാഡ് ബീൻ ഇൽ ഫോർ 5 days എന്ന് പറയുന്നത്. എനിക്ക് സങ്കടമാണ് എന്നെങ്ങനെ പറയും? ഐ ആം സാഡ്. അവിടെ ആം ഉപയോഗിച്ചു. എനിക്ക് ഇന്നലെ സങ്കടമായിരുന്നു, ഞാൻ ഇന്നലെ സങ്കടത്തിലായിരുന്നു എന്ന് പറയില്ലേ? ഐ വാസ് സാഡ് യെസ്റ്റർഡേ. ഒരാഴ്ചയായിട്ട് ഞാൻ വളരെ സങ്കടത്തിലാണ് എന്നെങ്ങനെ പറയും? ഒരാഴ്ചയായി എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാണ്. ഐ ഹാവ് ബീൻ സാഡ് ഫോർ 1 week എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് ഞാൻ സങ്കടത്തിലാണ്. അവിടെ ഐ ഹാവ് ബീൻ, ബീനിൻ്റെ ഉപയോഗം നോക്കൂ. ദേ ഹാവ് ബീൻ മാരീഡ് ഫോർ 10 years. അവർ വിവാഹിതരായിട്ട് 10 വർഷമായി. ഇവിടെ മാരീഡ് എന്നുപയോഗിച്ചിരിക്കുന്നത് ഒരു അഡ്ജക്റ്റീവാണത്, അതുകൊണ്ടാണ് ദേ ഹാവ് ബീൻ മാരീഡ് എന്ന് പറയുന്നത്. ദേ ഹാവ് ബീൻ മാരീഡ് ഫോർ 10 years. അവിടെ മാരീഡ് എന്നത് ഒരു അഡ്ജക്റ്റീവാണ്. ഐ ആം മാരീഡ്, വി ആർ മാരീഡ്, ദേ ആർ മാരീഡ് എന്ന് പറയില്ലേ? അപ്പോൾ അവിടെയൊക്കെ അത് അഡ്ജക്റ്റീവ് ആണ്. ഇനി സെക്കൻഡ് യൂസ് ഓഫ് ബീൻ, അത് എവിടെയാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലൊക്കെ നമുക്ക് ഈ ബീനിൻ്റെ ഉപയോഗം ഉണ്ട്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 10 days. ഞാൻ 10 ദിവസമായി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10 ദിവസമായി എന്ന് പറയുമ്പോൾ 10 ദിവസത്തിന് മുൻപേ പാസ്റ്റിൽ അത് തുടങ്ങി, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 10 days. ഇവിടെ നോക്കൂ, ഐ ഹാവ് ബീൻ വർക്കിംഗ്, ഹാവ് ബീൻ കഴിഞ്ഞിട്ട് ഒരു ING ഫോം ഓഫ് ദ വേർബ് ഉപയോഗിച്ചിരിക്കുന്നു, വർക്കിംഗ്. പക്ഷേ അവിടെ ബീനിൻ്റെ ഉപയോഗം നോക്കൂ. ഐ ഹാവ് ബീൻ വർക്കിംഗ്, ഞാൻ 3 മാസമായിട്ട് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ഡൂയിങ് ദിസ് വർക്ക് ഫോർ 3 months. അവൾ 3 കൊല്ലമായി ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 കൊല്ലത്തിന് മുൻപേ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോഴും അത് തുടരുന്നു. ഷീ ഹാസ് ബീൻ ഡൂയിങ് ദിസ് വർക്ക് ഫോർ 3 years. നോക്കൂ, ബീൻ അവിടെ വേണം. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകാം. ഹാഡ് ബീൻ എന്നത്, ഹാഡ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കാം നമുക്ക്. അതിന് ഒരു എക്സാമ്പിൾ നോക്കൂ. ഷീ ഹാഡ് ബീൻ വാച്ചിങ് TV ഫോർ 2 hours എന്ന് പറയുമ്പോൾ അവൾ
TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 2 hours. അതെപ്പോഴാണ്? ഇപ്പോഴല്ല, പാസ്റ്റിൽ ഒരു 2 hours അവൾ TV വാച്ച് ചെയ്തു എന്നാണ് അർത്ഥം. പാസ്റ്റിൽ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം അതിനുണ്ട്. 2 hours അവൾ വാച്ച് ചെയ്തു. പക്ഷേ ഇപ്പോൾ അവൾ വാച്ച് ചെയ്യുന്നില്ല. ഷീ ഹാഡ് ബീൻ വാച്ചിങ് TV ഫോർ 2 hours. ഇനി വേറൊരു എക്സാമ്പിൾ. ഞാൻ മുംബൈയിൽ പോയിരുന്നു. ഞാൻ മുംബൈയിൽ പോയി തിരിച്ചു വരികയും ചെയ്തു. ഐ ഹാഡ് ബീൻ ടു മുംബൈ. ഇപ്പോൾ ഞാൻ മുംബൈയിലല്ല. അവിടെയും ബീനിൻ്റെ ഉപയോഗമുണ്ട്. ഒരു സ്ഥലത്ത് പോയി അവിടുന്ന് തിരിച്ചു വന്നു. ഐ ഹാവ് ബീൻ ടു ദിസ് ഷോപ്പിംഗ് മോൾ 5 times. 5 പ്രാവശ്യം ഞാൻ ഈ ഷോപ്പിംഗ് മോളിൽ വന്നിട്ടുണ്ട്. ഇവിടെ വിസിറ്റ് ചെയ്തു, അവിടെ തിരിച്ചു പോരുകയും ചെയ്തു. അപ്പോൾ അതൊരു എക്സ്പീരിയൻസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഐ ഹാവ് ബീൻ ടു എന്ന് അവിടെ ഉപയോഗിച്ചു. അപ്പോൾ അവിടെയും ബീനിൻ്റെ ഉപയോഗം ഉണ്ട്. ഹാവ് യു എവർ ബീൻ ടു ലണ്ടൻ എന്ന് ചോദിച്ചാൽ ലണ്ടനിൽ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഇപ്പോൾ ലണ്ടനിലാണോ എന്നല്ല. ഹാവ് യു എവർ ബീൻ ടു ലണ്ടൻ. ഹാവ് യു എവർ ബീൻ ടു ആഗ്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആഗ്രയിൽ പോയിട്ടുണ്ടോ, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടോ, അവിടെ പോയിട്ടുണ്ടോ എന്ന മീനിങ് ആണ് അവിടെ. ഇനി നെക്സ്റ്റ് യൂസ് വരുന്നത് പെർഫെക്റ്റ് ടെൻസിലാണ്. പെർഫെക്റ്റ് ടെൻസിൻ്റെ പാസീവ് ഫോമിൽ പാസീവ് വോയിസ് ഉപയോഗിക്കുമ്പോൾ പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ബീൻ വേണം. ഒരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ഞാൻ പറയാം. ഐ ഹാവ് കുക്ക്ഡ് ഫുഡ്. ഞാൻ ഭക്ഷണം പാകം ചെയ്തു എന്നല്ലേ, ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് കുക്ക്ഡ് ഫുഡ്. ഇത് ഒരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ്. പക്ഷേ ആര് ഫുഡ് കുക്ക് ചെയ്തു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. പാചകം ചെയ്ത് കഴിഞ്ഞു എന്ന അർത്ഥം മാത്രമേ വേണ്ടൂ. നമുക്ക് ആര് കുക്ക് ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ലെങ്കിൽ നമുക്ക് പാസീവ് വോയിസ് സെൻറ്റൻസ് പറയാം. അപ്പോൾ എങ്ങനെ പറയും? ഫുഡ് ഹാസ് ബീൻ കുക്ക്ഡ്. അവിടെ ബീൻ ആവശ്യം വന്നു. അതുപോലെ ദ വർക്ക് ഹാസ് ബീൻ ഡൺ. വർക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞു, വേറൊരാളത് ചെയ്തു എന്നതാണ്. ദ പ്രോജക്റ്റ് ഹാസ് ബീൻ ഫിനിഷ്ഡ്. ദ മെയിൽ ഹാസ് ബീൻ സെൻറ്റ്. ദ പാർസൽ ഹാസ് ബീൻ ബ്രോട്ട്. ദ തീഫ് ഹാസ് ബീൻ കോട്ട്. ഇതൊക്കെ പാസീവ് വോയിസിലെ സെൻറ്റൻസസ് ആണ്. തീഫ് പിടിക്കപ്പെട്ട് കഴിഞ്ഞു. ദ മെയിൽ ഹാസ് ബീൻ സെൻറ്റ്. മെയിൽ അയക്കപ്പെട്ട് കഴിഞ്ഞു. ദ വർക്ക് ഹാസ് ബീൻ ഫിനിഷ്ഡ്. വർക്ക് ഫിനിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ദ പ്രോജക്റ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇവിടെയൊക്കെ ഇതെല്ലാം പാസീവ് വോയിസ് സെൻറ്റൻസുകളാണ്. അവിടെയൊക്കെ നമുക്ക് ബീൻ ആവശ്യമുണ്ട്. മൈ ക്ലോത്ത്സ് ഹാവ് ബീൻ വാഷ്ഡ്. എൻ്റെ ക്ലോത്ത്സ് എല്ലാം വാഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ആരാണ് വാഷ് ചെയ്യുന്നത് എന്നവിടെ പറയേണ്ട കാര്യമില്ല. മൈ ക്ലോത്ത്സ് ഹാവ് ബീൻ വാഷ്ഡ്. ഈ കുട്ടികളെയെല്ലാം ഇൻവൈറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ദീസ് ബോയ്സ് ഹാവ് ബീൻ ഇൻവൈറ്റഡ്. അപ്പോൾ ഇതെല്ലാം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസീവ് വോയിസിലെ സെൻറ്റൻസുകളാണ് എല്ലാം. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണല്ലോ ഉപയോഗിച്ചത്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പാസീവ് വോയിസിലും ബീൻ്റെ ഉപയോഗം ഉണ്ട്. ഹാഡ് ബീൻ, ഹാസ് ബീൻ, ഹാവ് ബീൻ ഉപയോഗിക്കുന്നത് പോലെ ഹാഡ് ബീൻ ഉപയോഗിക്കാം. ദ ഇഞ്ചേർഡ് പേഴ്സൺ ഹാഡ് ബീൻ ഷിഫ്റ്റഡ് ടു ഹോസ്പിറ്റൽ ബിഫോർ ദ പോലീസ് കെയിം. പോലീസ് വരുന്നതിന് മുൻപ് മുറിവേറ്റ ആൾ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു ഹോസ്പിറ്റലിലേക്ക്. ദ ഇഞ്ചേർഡ് പേഴ്സൺ ഹാഡ് ബീൻ ഷിഫ്റ്റഡ് ടു ദ ഹോസ്പിറ്റൽ ബിഫോർ ദ പോലീസ് കെയിം. ഇത് ദ ഇഞ്ചേർഡ് പേഴ്സൺ ഹാഡ് ബീൻ ഷിഫ്റ്റഡ് എന്ന ആ ഒരു പാർട്ട് പാസീവ് ഫോമിലുള്ള സെൻറ്റൻസ് ആണ്. കാരണം ഇഞ്ചേർഡ് പേഴ്സണെ ഷിഫ്റ്റ് ചെയ്തത് വേറെ മറ്റുള്ളവരാണ്. അദ്ദേഹം ഷിഫ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഹോസ്പിറ്റലിലേക്ക് എന്നാണ് അവിടെ മീനിങ്. ഹി ഹാഡ് ബീൻ ഫയേർഡ് ബിഫോർ ഐ റീച്ച്ഡ് ദ കമ്പനി. ഞാൻ കമ്പനിയിൽ എത്തുന്നതിന് മുൻപ് അയാൾ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞു. ഹി ഹാഡ് ബീൻ ഫയേർഡ് എന്നാണ്. അയാളെ പുറത്താക്കിയത് വേറെ മറ്റുള്ളവരാണ്. ഹി ഹാഡ് ബീൻ, അയാൾ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞു. ബിഫോർ ഐ റീച്ച് ദ കമ്പനി. ഇവിടെ ബീനിൻ്റെ ഉപയോഗം നോക്കൂ. ഹാഡ് ബീൻ ഫയേർഡ്, അവിടെ അത് പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയാലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയാലും നമുക്ക് ബീനിൻ്റെ ഉപയോഗമുണ്ട്. അത് പാസീവ് ഫോമിൽ മാറ്റുമ്പോൾ. ഷീ ഹാസ് കംപ്ലീറ്റഡ് ദ വർക്ക്, അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അതിനെ നമുക്ക് പാസീവ് ഫോമിലേക്ക് മാറ്റാം. ദ വർക്ക് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. ഇനി ഷീ ഹാഡ് കംപ്ലീറ്റഡ് ദ വർക്ക്, അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിനെ പാസീവ് ഫോമിലാക്കുമ്പോൾ ദ വർക്ക് ഹാഡ് ബീൻ കംപ്ലീറ്റഡ്. ഇനി ഷീ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. ഷീ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്, അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അതിനെ നമുക്ക് പാസീവ് ഫോം ആക്കാം. ദ വർക്ക്
വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ്. അവിടെയും ബീനിൻ്റെ ഉപയോഗം. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റ് ആയാലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയാലും ഒക്കെ അതിനെ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ബീൻ ആവശ്യമുണ്ട്. ഇനി മോഡൽ വേർബ്സിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് ബീൻ ഉപയോഗിക്കണം പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ഷീ ഷുഡ് ഹാവ് ഡൺ ദ വർക്ക്. അവൾ ആ വർക്ക് ചെയ്യണമായിരുന്നു. അത് ആക്റ്റീവ് വോയിസ് ആണ്. അത് അവിടെ നമ്മൾ ഒരു പാസ്റ്റ് മോഡലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവൾ വർക്ക് ചെയ്യണമായിരുന്നു. ഷീ ഷുഡ് ഹാവ് ഡൺ ദ വർക്ക്. ഇതിനെ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ദ വർക്ക് ഷുഡ് ഹാവ് ബീൻ ഡൺ എന്നാണ് വേണ്ടത്. ഷുഡ് ഹാവ് എന്ന ആക്റ്റീവ് വോയിസിലെ ആ ഒരു ഫോം ഷുഡ് ഹാവ് ബീൻ എന്നായിട്ട് മാറി. അതുപോലെ തന്നെയാണ് കുഡ് ഹാവ് ആണെങ്കിൽ ഷീ കുഡ് ഹാവ് ഡൺ ദ വർക്ക് എന്നാണെങ്കിൽ അവൾക്ക് ആ വർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ്. ആക്റ്റീവ് വോയിസ് ആണ്. അതിൻ്റെ പാസീവ് വോയിസ് ദ വർക്ക് കുഡ് ഹാവ് ബീൻ ഡൺ എന്നാവണം. അപ്പോൾ അവിടെയും കുഡ് ഹാവ് എന്നത് കുഡ് ഹാവ് ബീൻ ആയി മാറി. അവിടെയും ബീനിൻ്റെ ഉപയോഗമുണ്ട്. ഇതുപോലെ തന്നെ മൈറ്റ് ഹാവ് ബീൻ ആയി മാറും. മസ്റ്റ് ഹാവ് ആണെങ്കിൽ മസ്റ്റ് ഹാവ് ബീൻ ആയി മാറും. മോഡൽ വേർബ്സിൻ്റെ കാര്യം ഷുഡ് ഹാവ്, വുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ്, മസ്റ്റ് ഹാവ് എന്നുള്ളതൊക്കെ ബീൻ കൂടി ചേർത്ത് കഴിഞ്ഞിട്ടാണ് പാസീവ് ഫോമിലേക്ക് മാറ്റുന്നത്. ദിസ് വർക്ക് മൈറ്റ് ഹാവ് ബീൻ ഡൺ. ഈ വർക്ക് ചെയ്തിരിക്കാം എന്നാണ്. ഹിസ് ലൈഫ് കുഡ് ഹാവ് ബീൻ സേവ്ഡ്. അവൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നാണ്. ഹിസ് ലൈഫ് കുഡ് ഹാവ് ബീൻ സേവ്ഡ്. ദിസ് പ്രോജക്റ്റ് കുഡ് ഹാവ് ബീൻ കംപ്ലീറ്റഡ്. ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇതെല്ലാം പാസീവ് വോയിസിലെ സെൻറ്റൻസുകളാണ്. ഇനി കണ്ടീഷണൽ സെൻറ്റൻസസ്. തേർഡ് ടൈപ്പ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസിലും നമുക്ക് ഈ ബീനിൻ്റെ ഉപയോഗം ഉണ്ട്. ഇഫ് ഐ ഹാഡ് ബീൻ അറ്റ് ഹിസ് ഹൗസ് ഐ വുഡ് ഹാവ് എൻജോയ്ഡ്. ഞാൻ അവൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യുമായിരുന്നു എന്നാണ്. ഇഫ് ഐ ഹാഡ് ബീൻ അറ്റ് ഹിസ് ഹൗസ് ഐ വുഡ് ഹാവ് എൻജോയ്ഡ്. ഇഫ് I had not been ill, I would have attended the party. If I had not been ill, ഞാൻ അസുഖമായിരുന്നില്ല എങ്കിൽ ഞാൻ പാർട്ടി അറ്റൻഡ് ചെയ്യുമായിരുന്നു. I would have attended the party. ഇനി വേറൊരു സെൻറ്റൻസ്. The camera would have been given to me if I had been there with the photographer. ഞാൻ ഫോട്ടോഗ്രാഫറുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ക്യാമറ എനിക്ക് തരുമായിരുന്നു എന്നാണ്. ദ ക്യാമറ വുഡ് ഹാവ് ബീൻ ഗിവൺ ടു മീ എന്ന് പറയുമ്പോൾ അത് ഒരു പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ക്യാമറ തരുന്നത് മറ്റുള്ളവരല്ലേ. ദ ക്യാമറ വുഡ് ഹാവ് ബീൻ ഗിവൺ ടു മീ ഇഫ് ഐ ഹാഡ് ബീൻ വിത്ത് ദ ഫോട്ടോഗ്രാഫർ. ഇനി പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. അവിടെ നമുക്ക് ബീൻ ഉപയോഗിക്കാം. ഹാവിങ് ഈറ്റൺ ഫുഡ് ഐ വെൻറ്റ് ടു ഓഫീസ്. അതിൻ്റെ മീനിങ് എന്താ? ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ ഓഫീസിലേക്ക് പോയി. ഹാവിങ് ഈറ്റൺ ഫുഡ് ഐ വെൻറ്റ് ടു ഓഫീസ്. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഇവിടെ ഹാവിങ് ഈറ്റൺ ഫുഡ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം ഓഫീസിലേക്ക് പോയി എന്നല്ലേ അവിടെ മീനിങ്. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഹാവിങ് ബീൻ ഇൻസൾട്ടഡ് ഐ വെൻറ്റ് ബാക്ക് ടു മൈ ഹോം. ഹാവിങ് ബീൻ ഇൻസൾട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി എന്നാണ്. ഐ വെൻറ്റ് ബാക്ക് ടു മൈ ഹോം. ഇവിടെ ഹാവിങ് ബീൻ ഇൻസൾട്ടഡ് അത് പാസീവ് വോയിസ് ആണ്. ഞാൻ ഇൻസൾട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. മറ്റുള്ളവരാണ് എന്നെ ഇൻസൾട്ട് ചെയ്തത്. അപ്പോൾ ബീനിൻ്റെ ഉപയോഗം നോക്കൂ. ഹാവിങ് ബീൻ സ്കോൾഡഡ് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്. ഹാവിങ് ബീൻ സ്കോൾഡഡ് വഴക്ക് കിട്ടി. മറ്റുള്ളവർ വഴക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്. ഹാവിങ് ബീൻ സ്കോൾഡഡ്. അപ്പം മറ്റുള്ളവരാണ് എന്നെ വഴക്ക് പറഞ്ഞത്, അതുകൊണ്ടാണ് ഹാവിങ് ബീൻ സ്കോൾഡഡ്. അത് പാസീവ് വോയിസ് ആണ്. അവിടെ നമ്മൾ ബീൻ ഉപയോഗിച്ചു. ഹാവിങ് ബീൻ ബീറ്റൺ ഐ സ്റ്റാർട്ടഡ് ക്രൈയിങ്. മർദ്ദിക്കപ്പെട്ടതിന് ശേഷം ഞാൻ കരയാൻ തുടങ്ങി. അപ്പോൾ ഹാവിങ് ബീൻ ബീറ്റൺ എന്ന് പറയുമ്പോൾ അതിനർത്ഥം അത് പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. എനിക്ക് അടി കൊണ്ടു, എന്നെ ബീറ്റ് ചെയ്തു എന്നാണ്, ഞാൻ ബീറ്റ് ചെയ്തു എന്നല്ല. അപ്പോൾ അടി കൊണ്ടതിന് ശേഷം ഞാൻ കരയാൻ തുടങ്ങി എന്നാണ്. അപ്പോൾ ഹാവിങ് ബീൻ ബീറ്റൺ, അടിച്ചത് മറ്റുള്ളവരാണ്. ഹാവിങ് ബീൻ ബീറ്റൺ ഐ സ്റ്റാർട്ടഡ് ക്രൈയിങ്, ഞാൻ കരയാൻ തുടങ്ങി. അവിടെയൊക്കെ പാസീവ് ഫോമിലുള്ള സെൻറ്റൻസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് ബീൻ്റെ ഉപയോഗം ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ ലെസൺ ബീൻ
എവിടെയൊക്കെ ഉപയോഗിക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ യൂസസ് എന്നൊക്കെ മനസ്സിലായല്ലോ.